ഗൈസ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഹീറോ ഹോണ്ട പാഷൻ പ്ലസിൻ്റെ വണ്ടിയുടെ സൗണ്ട് ഞാൻ കുറച്ച് മുമ്പ് കേൾപ്പിച്ചാന്നല്ലോ. അതായിരുന്നു അതിൻ്റെ സൗണ്ട്. ഹാൻഡിലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വണ്ടി കട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് ടക്ക് 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 നോയ്സ് ആയിരുന്നു. അതായത് മെയിൻ കംപ്ലയിൻറ്റ്. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് വരുന്ന ഈ ഹാൻഡിലിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഇവിടെ വരുന്ന കോൺസെപ്റ്റിൻ്റെ ആയിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ അത് എന്തായാലും മാറണം. എന്തായാലും വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ കോൺസെപ്റ്റ് ഞാൻ സെറ്റ് മൊത്തം വാങ്ങി. ഹീറോൻ്റെ ഇതിൽ വരുന്ന സ്പ്ലെൻഡറിനും അതുപോലെ പാഷൻ പ്ലസിനൊക്കെ വരുന്ന മോഡൽ ഹീറോൻ്റെ ഇതിൽ അവൈലബിൾ ആണ്. ഇതിന് റേറ്റ് വരുന്നത് 315 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിത് ഫുള്ളായിട്ട് മാറാൻ പോവാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. ബെയറിങ് മാറ്റണമെങ്കിൽ ഫുള്ളായിട്ട് അയച്ചെടുക്കണം. ഹാൻഡിൽ അയക്കണം, അതുപോലെ ഈ ഷോക്ക് അബ്സോർബർ അയക്കണം. അത് ടയർ അയച്ചു കഴിഞ്ഞാൽ മാത്രമേ ഷോക്ക് അബ്സോർബർ വെച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ടയറൊക്കെ അയച്ച് വെച്ചിട്ട് ഈ ഷോക്ക് അബ്സോർബർ കൂടി അയക്കണം. അതുപോലെ ഹാൻഡിൽ ഈ മീറ്റർ കൺസോൾ മൊത്തത്തിലായിട്ട് ഇങ്ങനെ അയച്ചെടുക്കണം. ഫോർക്ക് മൊത്തം അയച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മളിതിൻ്റെ ബെയറിങ് മൊത്തം പോയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ബെയറിംഗ് ഉണ്ട്. ഞാൻ ഇവിടെ ഈ മേലെ ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് അയച്ചെടുത്തുന്നുണ്ട്. ഈ ഭാഗത്തുനിന്ന് അയച്ചെടുത്ത ബെയറിംഗ് ഫുള്ള് പോയി. ബോളൊക്കെ ഇതാക്കി പോയിട്ടുണ്ട്. കുറേ ബോളൊക്കെ പോയി. ആകെ കിട്ടിയത് കുറച്ച് ബോളുകളുണ്ട്. ഈ ഒരു ഭാഗം മൊത്തം ബോളുകളൊക്കെ പോയിട്ടാണ് ഇത് വന്നത്. സൗണ്ടും ആ ഒരു ഷെയ്ക്കൊക്കെ വന്നത്. താഴത്തെ ഭാഗത്ത് ബോൾ അത്ര പോയിട്ടില്ല. പക്ഷെ എന്തായാലും ഫുള്ള് സെറ്റ് മാറ്റണം. ഈ കോണ് മാറ്റിയിട്ട് ഈ കോണ് മാറ്റണം. അതുപോലെ ഇതിൻ്റെ ഇവിടെ ഒരു കോണ് വരുന്നുണ്ട്. ഈ ഒരു കോണ് ഇതിങ്ങനെ അയച്ചെടുക്കണം. അതുപോലെ താഴെയും ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഉള്ളിലിപ്പോൾ കറക്റ്റ് കാണുന്നത് ഈ ഒരു ബോള് ബെയറിങ്ങൊക്കെ നിൽക്കണം ഭാഗത്ത് ഈ കോണ്. ഈ രണ്ട് കോണും അടിച്ച് ഇളക്കിയെടുക്കണം. ശേഷമാണ് നമ്മൾ പുതിയ സെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഹീറോ ഹോണ്ടൻ്റെ ഇതിൽ വരുന്ന ഇപ്പോൾ ഹീറോ ഹോണ്ട പാർട്സ് അങ്ങനെ കിട്ടാനില്ല. അതുകൊണ്ട് ഇപ്പോൾ ഹീറോ എന്നുള്ള പേരിലാണ് ഇറക്കുന്നത്. ഹീറോൻ്റെ സ്പ്ലെൻഡറിൻ്റെ ഒക്കെ സൂട്ടാണ്. പാഷൻ പ്ലസ് ഇതിനൊക്കെ സൂട്ടാണത്. അപ്പോൾ ഈ സാധനമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് റേറ്റ് വരുന്നത് 315 രൂപ. 315 രൂപ റേറ്റ് വരുന്നത്. കോൺസെപ്റ്റിൻ്റെ മൊത്തം അയച്ചെടുത്ത് ഇതാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ക്ലീനാക്കി നല്ല തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോൺസെപ്റ്റിൻ്റെ നേരത്തെ ഇതിൽ പറഞ്ഞു പറഞ്ഞാൽ ഈ രണ്ട് വാഷറുണ്ട്. ഇത് പഴയ തന്നെയാണ് കേട്ടോ. ഈ ഒരു റബ്ബറുടെ വാഷറും ഈ ഒരു ചെറിയൊരു പ്ലേറ്റ് വാഷറും ഇത് രണ്ട് ഇതിൽ വരുന്നതാണ് കേട്ടോ. ഈ ഒരു സെറ്റിലേക്ക് കയറ്റിയിടുന്നതാണ് താഴെ ഭാഗത്ത്. അതിന് ശേഷം നമ്മൾ ഈ ഒരു കോണിൽ രണ്ട് കോൺ വരുന്നുണ്ട്. ഈ രണ്ട് കോണിൽ ഒരെണ്ണം ഇതിൻ്റെതും ഒരെണ്ണം ഇവിടെ വരും. ഈ മുകളിൽ വരുന്ന ഭാഗത്തുമാണ് രണ്ട് കോൺ വരുന്നത്. അപ്പോൾ ആ കോണിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമാണ്. ഇതിൻ്റെ റൗണ്ട് ചെറുതും ഒരു വലുതുമാണ് വരുന്നത്. അപ്പോൾ അതിൽ വലുത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഈ സെറ്റ് ഉണ്ടല്ലോ, ഈ സെറ്റിൽ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറക്കിയിടാം. വലുതാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അതിൽ ഈ ചെറുത് വരുന്നതാണ് മുകളിൽ. നമ്മുടെ വണ്ടിയിൽ മുകളിൽ ഈ ഭാഗത്ത് ഹാൻഡിലിൻ്റെ ഈ ഭാഗത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കോണാണ്. ബെയറിങ്ങിൻ്റെ ഈ സീറ്റർ ചെറിയ കോണെന്ന് പറഞ്ഞാൽ മുകളിൽ വരുന്നതാണ്. ബാക്കി രണ്ട് താഴെ വരുന്ന ഈ സീറ്ററിലെ ഈ കോണിരിക്കുന്ന ഈ ബെയറിങ്ങിൻ്റെ ബോൾ ഇരിക്കണം ഇതുണ്ടല്ലോ, ഈ സീറ്റർ രണ്ടും സെയിമാണ്. രണ്ടും ഒരേ വലിപ്പമാണ്. അതിൻ്റെ റൗണ്ട് രണ്ടും ഒരേ വലിപ്പമാണ്. അപ്പോൾ അത് മേലെയും താഴെയും സെയിം ആണ് വരുന്നത്. അത് ഈ രണ്ടും വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്യൂബിൽ ഈ കോൺസെപ്റ്റിൻ്റെ ഈ സെറ്റിൻ്റെ ട്യൂബ് വരുന്നല്ലോ, ബൈക്കിൻ്റെ ചേസിൽ വരുന്ന ഈ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അടിച്ചിറക്കി കൊടുക്കണം. ഇതുപോലെ പ്രസ് ചെയ്ത് കയറ്റി കൊടുക്കണം. ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് താഴത്ത് വരുന്നത് പറഞ്ഞാൽ ഈ ഒരു പൊസിഷൻ ഉണ്ട്. ഇങ്ങനെ കിടത്തിയിട്ട് മുകളിലേക്കാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇവിടെ ബെയറിങ്ങിൻ്റെ ഈ കോൺ വരുന്നത് ഈ കോണുണ്ടല്ലോ, ഈ കോൺ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഈ സീറ്റിങ്ങിൽ നിൽക്കുകയുള്ളൂ. ഇത് ഈ കോൺ സെറ്റ് ഇങ്ങനെ കയറി ഈ കോണ് സീറ്റർ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ബെയറിങ് ഇട്ടതിന് ശേഷം കറക്റ്റ് ഈ പൊസിഷൻ മാറിപ്പോകാൻ പാടില്ല. കണ്ടോ, ഇത് രണ്ട് പൊസിഷൻ ഉണ്ട്. ഇവിടെ ഈ ഭാഗം കുറച്ച് ചെറുതും ഇവിടെ വലുതും. ഈ ഒരു ഭാഗത്താണ് ബോൾ വെക്കുക. അപ്പോൾ ബോൾ ഇതിൽ നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കണം. അഥവാ ഈ സെറ്റിൽ ഈ കോണിൻ്റെ ഭാഗത്ത് ഇങ്ങനെ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് ഈ പരന്ന ഭാഗം ഇവിടെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ അടിച്ച് സെറ്റായി കൊടുക്കുക, സീറ്റായി കൊടുക്കുക. പതുക്കെ വെച്ച് തട്ടിക്കൊടുത്താൽ മതി. ചെറുതായിട്ട് പ്രസ് ചെയ്താൽ തന്നെ കയറും. ചെറിയ തുരുമ്പോ അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉരച്ച് കളഞ്ഞിട്ട് ശേഷം ഗ്രീസ് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ടും തട്ടിക്കൊടുത്താൽ മതി. അങ്ങനെ കയറും. പൊസിഷൻ മാറിപ്പോകാൻ പാടില്ല. പൊസിഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ ബോൾ കറക്റ്റായി നിൽക്കില്ല, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സെറ്റായി കൊടുക്കുക. ശേഷം ഈ ബോൾ എല്ലാം കൂടി എല്ലാ ബോളും കണക്കായിട്ട് എണ്ണം കറക്റ്റാക്കിയിട്ട് ശേഷം 42 ബോളാണുള്ളത്. അപ്പോൾ 21 ബോൾ ഒരെണ്ണത്തിലും 21 ബോൾ മറ്റേ മുകൾ ഭാഗത്ത് വരുന്ന ഈ കോണിലാണ് വെച്ച് കൊടുക്കേണ്ടത്.
രണ്ടിലും ഒരേ സെയിം ആയിട്ട് ബോൾ വരിക. ബോൾ വെച്ചതിന് ശേഷം ഈ കോണം ഇട്ട് ശേഷം നമുക്ക് ഇത് കയറ്റി കൊടുക്കാം. അതിൽ 21 ബോൾ സെറ്റാക്കി ശേഷം ഗ്രീസ് ഇട്ടു. അതിന് ശേഷം ഇതാ ഇവിടെ ഉള്ളിൽ ആ കോണ് വരുന്ന ഭാഗത്തുണ്ട അവിടെയും ഗ്രീസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ ഈ കോണിൻ്റെ ഭാഗത്ത് ഗ്രീസായി കൊടുക്കണം. ശേഷം അതിൽ ബോളും സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഗ്രീസായി കൊടുക്കാം. ബെയറിങ്ങിൽ നിൽക്കുക അത്യാവശ്യമുള്ള ഗ്രീസ് എന്തായാലും കൊടുക്കണം. ഗ്രീസ് ഇല്ലെങ്കിൽ ബെയറിങ് എന്തായാലും അതിലവിടെ ആ ബോൾ ബെയറിങ്ങിലൊക്കെ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ തേഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട്. ഗ്രീസില്ലെങ്കിൽ മെറ്റൽ ടു മെറ്റൽ ഉരഞ്ഞ് കഴിഞ്ഞാൽ അത് തേഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഗ്രീസായി കൊടുക്കാം. പത്തൊമ്പത് 20 21 അങ്ങനെ 21 ബോൾ സെറ്റായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. 21 ബോളും ആ ഗ്രീസ് ആ കോണിലേക്ക് സെറ്റായി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടി കുറച്ചും കൂടി ഗ്രീസ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് തേരം ആ കോണിലേക്ക് ആ ബെയറിങ്ങിൻ്റെ ആ സീറ്ററിലേക്ക് ഇത് തിരിച്ച് കമഴ്ത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ പഴയ ആ കോണ് മേലെ വരുന്ന ബെയറിങ്ങിൻ്റെ ആ കോണുമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോൾ ഇതിൻ്റെ അടിയിലായിട്ടുള്ളത് നേരത്തെ പോലെ ഞാൻ തിരിച്ച് കമഴ്ത്തി വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ വരുന്ന ഈ ഷാഫ്റ്റിലുള്ള ബോൾ ബെയറിങ് അടക്കം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുത്തതിന് ശേഷം മുകളിൽ വരുന്ന നട്ടും അതിൻ്റെ ലോക്ക് നട്ടുണ്ട് കൊടുത്തതിന് ശേഷം ഈ ലോക്ക് നട്ട് ഇടണം. ലോക്ക് നട്ട് ഒരു മീഡിയം ടൈറ്റ് ഇടാവും. ഈ ഒരു കട്ടിങ്ങിലായിട്ടാണ് അത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കയറ്റിയിടും. ലോക്ക് നട്ടിൽ ഈ ഡസ്റ്റ് കവർ ഇതിൽ കയറ്റിയിടും. കയറ്റിയതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഈ ലോക്കിൻ്റെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ലോക്ക്. ഇനി ഈ നട്ടിന് പ്രത്യേകിച്ച് വേറെ പിടുത്തമൊന്നുമില്ലാത്തതുകൊണ്ട് ഇതെവിടെ ഈ 2-3 ഈ ഗ്രൂവ് ഉണ്ടല്ലോ, ഈ ഗ്രൂവിൽ വെച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ജസ്റ്റ് മൈനസ് വെച്ച് തിക്കിയിട്ടോ ചെറിയ ഹാമർ വെച്ച് അടിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഡസ്റ്റ് കവർ എന്തായാലും മസ്റ്റായിട്ട് വേണം. കാരണം ഇവിടുത്തെ ഈ ബെയറിങ്ങിന് ഇതുപോലെ ഡസ്റ്റും പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കറക്റ്റായിട്ട് കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് സാധനമാണിത്. പഴയത് എല്ലാം പൊട്ടിപ്പോയത് ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ. അപ്പോൾ നമുക്ക് ആ ഷാഫ്റ്റ് ബോൾ ബെയറിങ്ങിൻ്റെ ഈ ബോൾ കയറ്റിയിട്ടുള്ള ഷാഫ്റ്റ് അടക്കം വണ്ടിയിൽ കയറ്റി കൊടുക്കാം. ഫോണിൻ്റെ ഈ ഭാഗം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മേലത്തെ നട്ട് ഹാൻഡിൽ പിടിപ്പിക്കുന്നതിന് മുമ്പ് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഹാൻഡിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഭാഗം ടൈറ്റ് ചെയ്ത് കൊടുക്കും. ഈ നട്ട് അഡ്ജസ്റ്റ് ചെയ്ത നട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഹാൻഡിലും ബാക്കി കാര്യങ്ങളെല്ലാം പിടിപ്പിക്കും. അപ്പോൾ നമ്മൾ ഫുള്ള് എല്ലാം മാറിക്കഴിഞ്ഞാൽ സെറ്റാക്കി വെച്ചിട്ട് ഹാൻഡിലും എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞ് മഡ് ഗാർഡ് അതുപോലെ എല്ലാം സെറ്റാക്കി പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം ഒരു നേരത്തെ ഞാൻ ഷേക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ സൗണ്ടൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ഇപ്പം കണ്ട ഇപ്പോൾ പിടിക്കുന്ന സമയത്താണ് നേരത്തെ ആ ബ്രേക്ക് പിടിച്ചിട്ട് ഫ്രണ്ട് ഹാൻഡിൽ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഷേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഹാൻഡിൽ ഇപ്പോൾ ഫ്രീ ആണ്. കണ്ട ഫുൾ ഓവറായിട്ട് അങ്ങനെ ടൈറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അടിയിൽ വരുന്ന ആ ലോക്ക് നട്ട് കറക്റ്റായിട്ട് തന്നെ ടൈറ്റ് ചെയ്യണം. കറക്റ്റായി ടൈറ്റ് ചെയ്തിട്ട് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി നോക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നോക്കണം, കറക്റ്റായിട്ടുണ്ടോ നോക്കണം. അല്ലെങ്കിൽ ടൈറ്റ് ഏതെങ്കിലും ഭാഗത്തേക്ക് ടൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ഫ്രീ ആയി കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് നോക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡിൽ. അപ്പോൾ ഈ അവസാനം ഈ ഹാൻഡിലൊക്കെ ഹാൻഡിലൊക്കെ പിടിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ നട്ട് ഇവിടെ വരുന്ന നട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യം ഏകദേശം ഒരു ഫുള്ളായിട്ട് പിടിപ്പിക്കുക. ശേഷം ടൈറ്റ് അഡ്ജസ്റ്റ് നോക്കിയതിന് ശേഷം ഫുള്ള് സെറ്റായി കൊടുക്കുക. അതിന് ശേഷം ഈ ലാസ്റ്റ് ഈ മുകളിൽ വരുന്നു ഈ ഒരു ഭാഗത്തിൻ്റെ നട്ടും കൂടി പിടിപ്പിച്ച് കൊടുക്കുന്നത് നല്ലത്. ഇപ്പോൾ എന്തായാലും ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഹാൻഡിലും ഇതൊക്കെ ഇപ്പോൾ നല്ല ഫ്രീ ആണ്. വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്രീ ഒക്കെ കറക്റ്റാണ്. ടൈറ്റൊന്നുമില്ല, കറക്റ്റാണ്. ഇപ്പോൾ ആ ഒരു സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീടെന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോയൊക്കെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.